അപ്പോൾ തുണിസ നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുക്കുന്ന വീടാണ്. ഈ വീടിൻ്റെ കട്ടിൽ വെപ്പ് നമ്മൾ കഴിഞ്ഞു. കട്ടിൽ വെപ്പിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ കട്ടിലില്ലാതെ കല്ല് കൊണ്ടാണ് നമ്മൾ കട്ടിൽ വെച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ആ വീഡിയോയിൽ ഇതിൻ്റെ അടുത്ത വീഡിയോ വരുന്നുണ്ട്, അത് നിങ്ങളെല്ലാവരും കാണണം എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കണം, നിങ്ങളെല്ലാ സപ്പോർട്ടും തരണം, ഈവനായിട്ട് നിങ്ങൾ കാണും വരണം. അപ്പോൾ നമ്മളിവിടെ പടവ് ഏകദേശം കഴിഞ്ഞു, ലിൻഡലിനുള്ള ആ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ വീട്ടിൽ എവിടെയും നമ്മൾ കട്ടിൽ വെച്ചിട്ടില്ല. അപ്പോൾ കട്ടിൽ വെക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹം പറയും. അപ്പോൾ ഇത് ഷാഹിദ് ക, അതായത് നമ്മളുടെ ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെ CEO ആണ്. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്നും കട്ടില വെച്ചില്ല എന്നുള്ള കാരണം മൂപ്പര് പറയും. വഹാബായിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പേ കാണുന്നതാണ്. കയ്യൊക്കെ തരാം. ഓക്കെ, വഹാബായിൻ്റെ വീഡിയോ മുമ്പേ കാണുന്നതാണ്. 2-3 വർഷം മുമ്പേ നമ്മളുമായിട്ട് നല്ല സൗഹൃദം പുലർത്തുന്നുണ്ട്. ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസ് മഞ്ചേരി ഷോറൂമിൻ്റെ ഉദ്ഘാടന സമയത്ത് വഹാബായി അവിടെ വരികയും നമ്മളുമായിട്ടൊക്കെ സഹകരിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട ഉടനെ എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ ചിന്ത എന്ന് പറഞ്ഞത്, ഇതിനുള്ള വിൻഡോസ് ആണെങ്കിലും ഡോസ് ആണെങ്കിലും നമുക്ക് ഡോസ് ആൻഡ് വിൻഡോസിൻ്റെ എല്ലാ സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഡോസ് ആൻഡ് വിൻഡോസിനുള്ള എല്ലാ സൊല്യൂഷൻസും, ഈ വീട്ടിലേക്കുള്ള എല്ലാ സൊല്യൂഷൻസും എനിക്ക് തന്നെ ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഹവായ് ഡോസ് ആൻഡ് വിൻഡോസാണ് ഇവിടുത്തെ ഡോറുകളും ജനലകളും ബാത്റൂം ഡോറുകളും ഒക്കെ സ്പോൺസർ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ബാബായിനെ കാണാൻ ഇവിടെ എത്തിയത്. അതായത് ഇപ്പോൾ ഡോർസ് എന്ന് പറയുമ്പോൾ ഡോറിൻ്റെ കൂടെ അതിൻ്റെ പോളിങ് കൂടി വരും, അതും സ്റ്റീല്. നമുക്ക് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വിൻഡോൻ്റെ കൂടിയും അതായത് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് സാധനം കൊണ്ടുവന്ന് വെക്കുക. ഈ വെക്കുന്ന സമയത്ത് അതിന് ഉറപ്പിന് ബാധിക്കുമോ? ഒരു പ്രശ്നവുമില്ല. വിദേശത്തൊക്കെ ഈ രീതിയിൽ തന്നെയാണ് വീടുകൾ ഉണ്ടാക്കുന്നത്. ഉറപ്പ് കൂടുകയുള്ളൂ. കാരണം നമ്മളതിൻ്റെ ഉള്ളിൽ സിമെൻറ്റും മണലൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് ആങ്കർ ബോൾട്ട് ഇട്ട് ടൈറ്റ് ആക്കുമ്പോൾ നല്ല ഉറപ്പിൽ തന്നെ നിൽക്കും. മലബാറിൻ്റെ ഇപ്പോൾ കേരളത്തിൽ എനിക്ക് ഏകദേശം 22ഓളം ഷോറൂമുകളുണ്ട്. പക്ഷേ ഈ മലബാർ ഷോറൂമുകളിൽ ഒരു 10 ആൾ വന്നാൽ 5 ആൾ കട്ടില വെച്ചായിരിക്കും വരിക. ഈ കട്ടില വെച്ച് വന്നാൽ പിന്നെ ഓർക്ക് മരത്തിൻ്റെ ഡോറല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ നിരന്തരം പറയുന്നത് ഇങ്ങനത്തെ, അതാ ഞാൻ തുടക്കത്തിലേ വന്ന് വീട് പണിയുമ്പോൾ തന്നെ ജനലായാലും വാതിലായാലും ബാത്റൂം ഡോർ ആയാലും ഒന്നിനും കട്ടില വെക്കണം. നമ്മളെ ഡോറുകളൊക്കെ കട്ടിലോട് കൂടി ഒരു മോൾഡിൽ ഉണ്ടാക്കി വരുന്ന. അപ്പോൾ ആ അലൈൻമെന്റ് ഒക്കെ കറക്റ്റായി വൃത്തിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കട്ടില വെക്കാതെ തന്നെ പോകണം. അപ്പോൾ ഈ വീടിന്റെ സ്ട്രക്ചർ ചെയ്ത് കറക്റ്റാണ്. നമുക്ക് 120 4 അടി ഡോറാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ 4 അടിന്റെ ഗ്യാപ്പ് ഇട്ടാൽ മതി. ബാക്ക് ഡോർ ആണെങ്കിൽ കൂടുതലും 3 അടി അല്ലെങ്കിൽ 3.3 90-100 സെന്റിമീറ്റർ ഉണ്ടാകുക. ആ 100 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടാൽ മതി. 7 അടി ഹൈറ്റ് ആണെങ്കിൽ 7 അടി ഗ്യാപ്പ് ഇട്ട് വെക്കുക. ബാക്കി കട്ടില വെക്കല് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വന്ന് ചെയ്യും. അതായത് ഇതൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഇവിടെയാണ് ഡോർ വരാം, ഈ റൂമിലേക്കുള്ള ഡോർ. ഇപ്പൊ ഇവിടെ ഈ ഗ്യാപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് തേക്കും. അപ്പൊ ഇവരൊരു അളവ് തന്നിട്ടുണ്ട്, ആ അളവിനാണ് നമ്മൾ തേപ്പ് വരിക. 90 സെന്റിമീറ്റർ ആണ് ഇതിന്റെ വീതി വരിക. 210 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവും. അതിനനുസരിച്ചുള്ള ഡോർ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ ആ സമയമാകുമ്പോൾ തേച്ച് കഴിഞ്ഞതിന് ശേഷം വെക്കും. ആങ്കർ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യും. ഇതിന്റെ ഫ്രെയിം ഉള്ളിൽ ഫുള്ള് ഫില്ലും ചെയ്യും. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല ഉറപ്പായിരിക്കും. ഒരു മനുഷ്യൻ വന്നാൽ ഇത് ചവിട്ടി പൊളിക്കാൻ പറ്റൂല. അപ്പോൾ ഒരു പ്രശ്നമില്ലാതെ എത്ര കാലം ഉപയോഗിക്കാൻ പറ്റിയ ഡോസ് ആൻഡ് വിൻഡോസുകൾ, സ്റ്റീൽ ഡോർ ആണെങ്കിലും ഫൈബർ ഡോർ ആണെങ്കിലും അലുമിനിയം ഡോർ ആണെങ്കിലും എല്ലാ സൊല്യൂഷൻസും നമ്മൾ ഷോപ്പിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ. അപ്പോൾ തുണീസ് വരെ നമ്മളിപ്പോൾ പോകുന്നത് ഹവായുടെ ഒരു ഷോറൂമിലേക്കാണ്. അതായത് സൗത്ത് ഇന്ത്യയിലെ 35ഓളം ഷോറൂമുകൾ ഇവർക്കുണ്ട്. ഇവരുടെ ഓരോ സാധനങ്ങൾ നോക്കി, ഇതിൻ്റെയൊക്കെ ലുക്ക് നോക്കി. ഈ കാണുന്നതൊക്കെ സ്റ്റീൽ ഡോറുകളാണ്. അതായത് വാതിൽക്കെട്ടിലും പൊളിയും എല്ലാം കൂടി അടക്കം. ഇതാ ഇങ്ങോട്ട് കണ്ടില്ലേ, ഇതൊക്കെ പുതിയ പുതിയ വെറൈറ്റികൾ. ഇതൊക്കെ ഓരോ വെറൈറ്റികളാണ്. ഇങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇവിടെ ഇവരെ ഷോറൂമിൽ കയറി നോക്കി കാണാൻ പറ്റും ഇഷ്ടം പോലെ പുതിയ വെറൈറ്റികൾ. പറഞ്ഞു കൊടുക്കി, എന്താണ് മരം സ്റ്റീലും തമ്മിലുള്ള പ്രധാനപ്പെട്ട മാറ്റം? എന്തുകൊണ്ട് നമ്മൾ സ്റ്റീൽ ആക്കണം? വൈ? മരം സ്റ്റീലും തമ്മിലുള്ള പ്രധാനപ്പെട്ട മാറ്റം നോക്കുകയാണെങ്കിൽ, ഈ ഒരു കട്ടില കണ്ടില്ലേ, 9 ഇഞ്ചിന്റെ ബ്ലാക്കിലുള്ള ഒരു കട്ടിലേത്. അങ്ങനെ 9 ഇഞ്ചിൽ നമ്മളൊരു തേക്കിന്റെ തടിയിലൊക്കെ 9 ഇഞ്ചിൽ ഒരു കട്ടിലൊക്കെ മാത്രം ഒരു 50 റുപ്യ 60 റുപ്യ ആവും. ഇനി സൗത്ത് കട്ടിലൊക്കെ മാത്രം സൗത്ത് കേരളയിലൊക്കെ വരുമ്പോ അതിലും കൂടും. മലബാറിലാവുമ്പോ കുറച്ച് കുറയും. എന്തായാലും ഒരു 50 റുപ്യ 60 റുപ്യ ഈ കട്ടിലൊക്കെ മാത്രം കൊടുക്കണം. ആ പൈസക്ക് നമ്മൾ ഒരു ഡോർ ഫിറ്റ് ചെയ്ത് കൊടുക്കും. പോളി അടക്കം നമ്മൾ വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഇതിപ്പോ നമുക്ക് ബയോമെട്രിക് ഉള്ള ഒരു ബ്ലാക്ക് മോഡലാണ്. ഏത് ഡിസൈൻസിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് തേക്കും വീട്ടിയും മഹാഗണി എന്താണോ വേണ്ട ഏതിലും ചെയ്യും. ഇതിപ്പോ ബ്ലാക്ക് എന്ന് പറയുമ്പോ ഒരു കൊളോണിയൽ മോഡലാ. ഇവിടെ കാണുന്ന ഈ 2 എണ്ണം ഉണ്ടല്ലോ, ഇത് അലുമിനിയം ആണ്, അത് സ്റ്റീലാണ്. ഇത് കൊളോണിയൽ മോഡൽ എന്ന് പറയും. നമ്മൾ വിദേശത്തേക്കൊക്കെ ചെല്ലുമ്പോൾ സിംഗിൾ കളറിലേക്കും കൂടുതലും ഉണ്ടാവുക. അപ്പൊ ബ്ലാക്കിലും ആണെങ്കിൽ ബ്ലാക്ക്, വൈറ്റിലും ആണെങ്കിൽ വൈറ്റില്. ഇനി നേരെ ഈ ഭാഗത്തേക്ക് വരുമ്പോ വുഡൻ ടെക്സ്ചറിൽ
ഇപ്പൊ മരത്തിന്റെ അതേ കളറിൽ ചെറിയ ഡിസൈൻസ് ആയിട്ടുള്ളത്, ഇങ്ങനെ എല്ലാ കളേഴ്സിലും പക്ക മരം, ഒരു മാറ്റം. ഇതൊക്കെ 100%. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു ഡോറ് തേക്കിൽ നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എത്ര ക്യാഷ് വരും? ഇത് 9 ഇഞ്ചിന്റെ കട്ടിലയിലാണ് നമ്മളിപ്പോ ഇതിലുണ്ടാക്കിയത്, സ്റ്റീലിൽ ഉണ്ടാക്കിയത്. ഇത് നമുക്കൊരു സൈഡ് ഗ്ലാസ് ഒക്കെ വരുന്ന ഒരു മോഡലാണ്. ഇത് മരത്തിൽ ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം റുപ്യന്റെ മേലെ പോകും. മരത്തിൽ 9 ഇഞ്ച് കട്ടില എന്ന് പറയുമ്പോൾ ഈ കട്ടിൽ നോക്കിയാൽ അറിയാം ഇത്രയും ഗ്യാപ്പ് ഈ കട്ടിലേക്ക് വരുന്നുണ്ട്. ഈ കട്ടിലേക്ക് മാത്രമേ ഞാൻ പറഞ്ഞ 50-60 റുപ്യ. പിന്നെ ഇതിന്റെ ഡോറ്, ഹാൻഡില്, ലോക്ക് സെറ്റ്, ഹിഞ്ചസ്, ആശാരിമാരുടെ കൂലി, ഇതൊക്കെ കൂടെ നോക്കുമ്പോൾ 1 ലക്ഷത്തിന്റെ മേലെ പോകും. ആ സാധനം നമുക്ക് 6 ഇഞ്ചിന്റെ കട്ടിലാണെങ്കിൽ 40,000, 9 ഇഞ്ചിന്റെ കട്ടിലാണെങ്കിൽ 45,000 തുടങ്ങുന്നുണ്ട്. ഇനി ബഡ്ജറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 30 റുപ്യക്ക് 4 അടിന്റെ ഡോർ ഒരു 30 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റീൽ ഡോർ 17 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മരത്തിൻ്റെതായ ചെതലിന്റെ ഒരു പ്രശ്നങ്ങളും എന്തിലുണ്ടാവില്ല, സ്റ്റീലിനുണ്ടാവില്ല. 5 വർഷം നമ്മൾ സ്റ്റീൽ ഡോറിന് വാറണ്ടി എന്ന് പറയുമ്പോൾ പലരും ചോദിക്കും 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഉണ്ടാവില്ല എന്ന്. നമുക്ക് ഡീലർമാരില്ല, നേരിട്ട് നമ്മൾ കൊടുക്കണത് എന്താന്ന് വെച്ചാല് 5, 10, 15 കൊല്ലം കഴിഞ്ഞാലും കസ്റ്റമർക്ക് സർവീസ് കിട്ടാൻ വേണ്ടിയിട്ടാ. ഇനി ഒരു 15 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ വിളിക്കുകയാണ്, ഈ ഹാൻഡിൽ അടിയില്ല, അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞാല് ഈ ഹാൻഡിലിന് അല്ലെങ്കിൽ ഇതിന് മാറ്റാനുള്ള സാധനത്തിന് മാത്രം പൈസ കൊടുത്താൽ മതി. അപ്പം 10, 15, 20 വർഷം കഴിഞ്ഞാലും ഹവായ് ഡോസ് ആൻഡ് വിൻഡോസ് കൂടെ ഉണ്ടാവും. ഇപ്പം ചെതല്, അതേപോലെ നമുക്ക് കുറ്റിയിടാനുള്ള ബുദ്ധിമുട്ട്, ഇനി എത്ര ലക്ഷം മുടക്കി മരത്തിന്റെ ഡോർ ഫിറ്റ് ചെയ്താലും 6 മാസം കഴിയുമ്പോൾ കാലാവസ്ഥ മാറുമ്പോൾ നമുക്ക് കുറ്റിയിടാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇന്ന് കുറ്റിയിട്ട് അതേപോലെ സ്റ്റീൽ ഡോർ നിങ്ങൾക്ക് 10 കൊല്ലം കഴിഞ്ഞാലും കുറ്റിയിടാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിന്റെ ലോങ്ങവിറ്റി, ഇപ്പൊ കുറെ ആളുകൾ പല കമന്റിലും വരും ഇതിപ്പോ ആക്രിക്കടയിലൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ. അപ്പൊ സ്റ്റീൽ ഡോസ് എന്ന് പറയുമ്പോൾ പലതരം സ്റ്റീലുകൾ ഉണ്ട്. നോർമൽ നമ്മൾ ഗേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് മൈൽഡ് സ്റ്റീലാണ്. ഈ മൈൽഡ് സ്റ്റീൽ ഉപയോഗിച്ചാണ് 10 കൊല്ലം മുമ്പൊക്കെ സ്റ്റീൽ ഡോറുകൾ ഉണ്ടാക്കിയിരുന്നത്. അതിന് തുരുമ്പ് വരാൻ സാധ്യത ഉണ്ട്. പക്ഷെ ഇപ്പൊ വരുന്ന നമ്മളതിൽ വരുന്ന കൂടുതൽ പ്രൊഡക്റ്റും സിങ്ക്, അലുമിനിയം, മഗ്നീഷ്യം കോട്ടിങ് സാധനം വരുന്നത്. അതിന് 99% തുരുമ്പ് വരില്ല എന്ന് നമ്മൾ പറയും. ബാക്കി 1% എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ ഒക്കെ കൊണ്ടായിരിക്കും തുരുമ്പ് വരാൻ സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ വിളിച്ചാൽ മതി. തുരുമ്പ് തന്നെ ഒരൊറ്റ സുപ്രഭാതത്തിൽ തുരുമ്പ് ഒറ്റയടിക്ക് വരൂല. ആദ്യം മഞ്ഞ കളറിൽ വരും, പിന്നെ അതൊരു ഓറഞ്ച് കളറാവും, പിന്നെ തുരുമ്പാവാൻ 3 മാസം എടുക്കും. ഇനി തുരുമ്പായാലും നമ്മൾ വിളിച്ചാലേ അത് തുടച്ച് പുട്ടിട്ട് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും പറ്റൂല. എത്ര കാലം വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ രീതിയിലുള്ള ക്വാളിറ്റിയിലാണ് നമ്മൾ ഓരോ ഡോറും മേക്ക് ചെയ്യുന്നത്. ഇഷ്ടം പോലെ ഡിസൈൻസ് നിങ്ങൾക്ക് ഇതിൽ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. കൊളോണിയൽ ആയാലും കോണ്ടംപററി ആയാലും നോർമൽ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന മരത്തിന്റെ അതേപോലെ ഡോർ ആണെങ്കിലും ഇനി പുറത്തുനിന്ന് ഒരാൾ വന്നാൽ നിങ്ങൾ മരത്തിന്റെ ഡോർ അല്ല ഫിറ്റ് ചെയ്തതെന്ന് ആരും പറയൂല. അതേ ഡിസൈൻസിൽ നമുക്ക് കൊടുക്കാനും പറ്റും. മരത്തിന്റെ ഇപ്പം ബഡ്ജറ്റ് അനുസരിച്ച് വെള്ളമുള്ള ഡോർ അല്ലെങ്കിൽ അത്രക്ക് കാതൽ വേണം. പണ്ടത്തെ കൊട്ടാരങ്ങൾക്കൊക്കെ ഉള്ള ഒരു 100-150 കൊല്ലം നിൽക്കുന്ന മരങ്ങൾ ഉണ്ട്, പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്കത് കിട്ടുന്നത് കുറവാണ്. കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല വില അതിന് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. മരത്തിന്റെ ഡോറ് നമ്മൾ എന്ത് വാങ്ങിയാലും ആശാരി പണി കഴിഞ്ഞ് പോകുമ്പോൾ വാറണ്ടി ആശാരിന്റെ കൂടെ പോകും. പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞാൽ എത്ര കാലം വേണേലും 10 കഴിഞ്ഞാലും 15 കൊല്ലം കഴിഞ്ഞാലും കൂടെ ഉണ്ടാവും. കംപ്ലൈന്റ് തീരെ വരൂല എന്നല്ല, വന്ന കംപ്ലൈന്റുകളൊക്കെ അപ്പപ്പോൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സർവീസ് ടീമുകൾ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി സർവീസ് വളരെ കുറവായിരിക്കും. അതുപോലെ മുത്തുമണീസ് വേറൊരു സാധനമാണ് നമ്മളെ FRP ഡോർ. ബെഡ്റൂമിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന FRP ഡോർ നല്ല സ്ട്രോങ് ആയിട്ട്, നല്ല സ്ട്രോങ്ങിൽ എത്ര കാലം വേണമെങ്കിൽ നിൽക്കൂല. 10 കൊല്ലാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. പക്ഷെ വേറെ എന്ത് നശിച്ചാലും നശിക്കാത്തൊരു മെറ്റീരിയലാണ് FRP. അടിപൊളി. കപ്പല്, ബോട്ട് തുടങ്ങിയ സാധനങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വെള്ളം കൊണ്ട് നനഞ്ഞാലും ഒരു വിഷയമില്ല, എത്ര കാലം വേണേലും നമുക്ക്. ബെഡ്റൂമിലേക്കൊക്കെ ഈ ഒരു സാധനങ്ങൾ വാങ്ങിക്കോളി, നല്ല സ്ട്രോങ് ആണ്. ഈ റംസാനില് ഹവായ് ഡോസ് ആൻഡ് വിൻഡോസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ ഒരു മാസം മാത്രമുള്ള ഓഫറാണ്. ഈ ഒരു മാസത്തിനുള്ളിൽ ബുക്ക് ചെയ്തിട്ടുന്നവർക്ക്, അത് ചിലപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ടായിക്കോട്ടെ വീട് പണി, 3 മാസം കാലയളവിൽ ബുക്ക് ചെയ്യുന്നവർക്ക് ഫെബ്രുവരി 20-ാം തീയതി മുതൽ ബുക്ക് ചെയ്യുന്ന 1 ലക്ഷം റുപ്യന്റെ സ്റ്റീൽ ഡോർ പർച്ചേസിന് ഈ ഒരു FRP ഡോർ നമ്മൾ തികച്ചും ഫ്രീ ആയിട്ട് കൊടുക്കും, ഫിറ്റ് ചെയ്ത് കൊടുക്കും. മരം അല്ലാത്ത എല്ലാ സൊല്യൂഷൻസും ഹവായ് ഡോസ് ആൻഡ് വിൻഡോസിലുണ്ട്. UPVC, അലുമിനിയത്തിൽ നമുക്ക് സിസ്റ്റം വിൻഡോസ് വരുന്നുണ്ട്, സിസ്റ്റം അലുമിനിയംസ് വരുന്നുണ്ട്, സ്റ്റീലിലുണ്ട്, അലുമിനിയം ഡോസ് ഉണ്ട്. അങ്ങനെ മരത്തിൻ്റെതല്ലാത്ത എല്ലാ സൊല്യൂഷൻസും ഹവായ് ഡോസ് ആൻഡ് വിൻഡോസ്. അപ്പോൾ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളെ നിയറസ്റ്റ് ഉള്ള ഹവായുടെ ഔട്ട്ലെറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ ഇവരെ താഴെ ഞാൻ നമ്പർ കൊടുക്കുക, ആ നമ്പറിൽ വിളിക്കുക. അപ്പം നമുക്കൊരാവശ്യം വന്നപ്പോൾ നമ്മളെ കൂടെ നിന്ന ടീമാണ് ഹവായ്. ഇതിന് മുമ്പ് നിന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എൻക്വയറീസ് ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ടാറ്റ, ബൈ.